ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ബലൂൺ കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബലൂൺ മതി. അപ്പം ഞാൻ ദാ അവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വീർപ്പിക്കാം. ഒരു മീഡിയം സൈസിൽ വീർപ്പിച്ചാൽ മതി, ഒരുപാട് വലുപ്പമൊന്നും വേണ്ട. ഞാൻ വീർപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പമൊക്കെ മതി നമ്മുടെ ബലൂണിന്. ഇത് വൈറ്റ് ഗ്ലൂവും കുറച്ച് വെള്ളവും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വൈറ്റ് ഗ്ലൂവിന് പകരം ഫെവിക്കോൾ എടുക്കാവുന്നതാണ്. പിന്നെ കുറച്ച് ന്യൂസ് പേപ്പേഴ്സ് ഞാനിവിടെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് പേജസ് ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി പേപ്പർ പീസസ് എല്ലാം നമുക്ക് ബലൂണിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം തന്നെ നമ്മൾ ഗമ്മ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബലൂണിൻ്റെ മുകളിൽ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓരോ പീസസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ കിട്ടുള്ളൂ. ഇങ്ങനെ പേപ്പർ പീസസ് ഒരു 2-3 ലെയറെങ്കിലും ഒട്ടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് കട്ടി ഉണ്ടാവുള്ളൂ. ഒട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് ഉണങ്ങിയതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലാക്ക് കളർ ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പെയിൻറ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തപ്പോൾ ബലൂൺ മുഴുവനായിട്ട് പൊട്ടി പോന്നിട്ടുണ്ട്. ഈ ബലൂൺ നമുക്ക് എടുത്തു കളയാം. ഇപ്പം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഐഡിയ ആണ്. ഇതിന് ഇനിയും കുറച്ചുകൂടി പണികളുണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പേപ്പർ ട്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിലൊരെണ്ണത്തിന് കുറച്ചധികം ലെങ്ത് വേണം. എന്നിട്ട് അതിനെ ഇതേപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്യാം. ട്യൂബ് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതേ പേപ്പർ ട്യൂബ്സ് തന്നെ ഞാൻ പകുതി കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇങ്ങനെ നീളത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കുറച്ച് സ്പേസ് ഇട്ടിട്ട് അടുത്തത് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അത് നമ്മൾ ചുറ്റും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടപ്പ് റെഡിയാക്കണം. ചെറിയൊരു പേപ്പർ ട്യൂബ് മടക്കിയിട്ട് ഈ ഹോൾസിൻ്റെ ഇടയിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അടപ്പം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഐഡിയ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഭംഗിയാക്കണം. അതിന് ഞാൻ മെറ്റാലിക് ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് പേപ്പർ പീസസിൻ്റെ മുകളിൽ വിരൽ വെച്ചിട്ട് തന്നെ ഞാൻ ഈ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. പെയിൻറ് ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്കും ഗോൾഡനും നല്ല കിഡു കോംബോ ആണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ സ്റ്റഡി ആയിട്ട് നിൽക്കണം. അതിനായിട്ട് ഞാൻ പഴയ അക്രിലിക് പെയിൻറ് ബോട്ടിൽസിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനിത് വെക്കുന്നത്. അപ്പോൾ അതൊരു ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. ഞാൻ ഫെവിബോണ്ട് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പം നമ്മൾ ബലൂൺ കൊണ്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറേജ് ഐഡിയ ആണ് ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാവുന്നതാണ്. ഇത് റൂമിലൊക്കെ വെക്കുന്ന സമയത്ത് കാണാനും ഭംഗിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതിലിട്ട് വെക്കാനും പറ്റും. ഈ ഒരു ഈസി, സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ സ്റ്റോറേജ് ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
ഈ ഒരു ഐഡിയ നമ്മൾ ബലൂൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടാൽ പറയില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു ലൈക്ക് കൂടി തരിക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.